നമസ്കാരം, വെൽക്കം ടു ക്രിക്കറ്റ് തോന്നിയവാസം. ഇന്ന് മാർച്ച് 22 IPL പൂര കൊടിയേറാൻ പോകുന്നു മക്കളെ. എല്ലാ വർഷവും അറിയാമല്ലോ, IPL പുതിയ പുതിയ റൂൾസ് കൊണ്ടുവരും, കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രാവശ്യം നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വെൽക്കം ടു ദ പ്രിവ്യൂ ഓഫ് IPL 2025. ഇന്ന് RCB vs KKR വെച്ച് മാർച്ച് 22 സ്റ്റാർട്ട് ചെയ്യണ ഇവന്റ് 2 മാസത്തോളം നീണ്ട് മെയ് 25 ഫൈനൽ നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് മാച്ച് RCB vs KKR ഈഡൻ ഗാർഡൻസിൽ നടക്കുമ്പോൾ ലാസ്റ്റ് ഗ്രൂപ്പ് മാച്ച്, അതായത് മാച്ച് നമ്പർ 70 വിൽ ബി ബിറ്റ്വീൻ SRH ആൻഡ് LSG ആൻഡ് അത് ഏകാന ലക്നൌവിലായിരിക്കും നടക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഗ്രൂപ്പ് മത്സരം 18 മെയ്യിനായിരിക്കും നടക്കുന്നത്. പ്ലേ ഓഫ്സ് മെയ് 20 ക്വാളിഫയർ 1ഉം മെയ് 21 എലിമിനേറ്റർ 1ഉം ഹൈദരാബാദിൽ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. അതേസമയം 22 നടക്കുന്ന ക്വാളിഫയർ 2ഉം 25 നടക്കുന്ന ഫൈനലും ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിലായിരിക്കും നടക്കുന്നത്. ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ KKR ആണ്. 10 ടീമുകളുണ്ട്, 2 ഗ്രൂപ്പായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് 1-ലുള്ളത് CSK, RR, PBKS, KKR, RCB എന്നീ ടീമുകളാണ്. ഗ്രൂപ്പ് 2-ലുള്ളത് MI, GT, SRH, DC, LSG എന്നീ ടീമുകളാണ്. ഒരു ഗ്രൂപ്പിലുള്ള 5 ടീമുകളും തമ്മിൽ 2 മത്സരം കളിക്കും. അതേസമയം അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള എല്ലാ ടീമുകളായിട്ട് 1 മത്സരം കളിക്കും. ഏതെങ്കിലും ഒരു സെലക്ട് ടീമുമായിട്ട് 2 മത്സരങ്ങൾ കളിക്കും. ഓവറോൾ 14 മത്സരങ്ങൾ നടക്കും. അതിൽ 7 ഹോം മാച്ച് ആയിരിക്കും, 7 എവേ ആയിരിക്കും. 13 വെന്യൂസ് ആണ് ഇപ്രാവശ്യം IPL. 10 ഹോം ടീംസിനും 10 വെന്യൂസ് ഉണ്ടെങ്കിലും DCക്ക് വിശാഖപട്ടണം, പഞ്ചാബ് കിങ്സിന് ധർമ്മശാല, രാജസ്ഥാൻ റോയൽസിന് ഗുവാഹട്ടി എന്നീ സ്ഥലങ്ങളിലും ഹോം മാച്ചസ് ഉണ്ട്. ഓവറോൾ 74 മത്സരങ്ങൾ, 70 ഗ്രൂപ്പ് സ്റ്റേജ്, 4 പ്ലേ ഓഫ്സ്. ഓരോ ജയത്തിനും 2 പോയിന്റ്. സമനിലയായാൽ സൂപ്പർ ഓവർ കളിക്കും. ഇൻ കേസ് മാച്ച് അബാൻഡൻഡ് ആയ 1 പോയിന്റ്, തോൽവിക്ക് 0. ഓവറോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന 4 ടീമുകൾ പ്ലേ ഓഫ് കളിക്കും. ഇൻ കേസ് ഏതെങ്കിലും 2 ടീമുകൾ തമ്മിൽ പോയിന്റ്സ് ടൈ ആണെങ്കിൽ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. നെറ്റ് റൺ റേറ്റ് കൂടിയ ടീം ക്വാളിഫൈ ചെയ്യും. ലൈവ് സ്റ്റാർ സ്പോർട്സിലും Disney+ ഹോട്ട്സ്റ്റാറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. 12 ഡബിൾ ഹെഡേഴ്സ് ഉണ്ട്. ഡബിൾ ഹെഡേഴ്സ് യൂഷ്വലി സാറ്റർഡേ ആൻഡ് സൺഡേസ് ആണ് വരാറുള്ളത്. അപ്പോൾ ആഫ്റ്റർനൂൺ മാച്ചസ് 3:30 സ്റ്റാർട്ട് ചെയ്യും. ഈവനിംഗ് മാച്ചസ് യൂഷ്വലി 7:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 ക്യാപ്റ്റൻസ് ഉള്ളതിൽ 9 ഇന്ത്യൻ ക്യാപ്റ്റൻസ് ആണ്. ഒരു ഫോറിൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ SRHന്റെ പാറ്റ് കമിൻസ് ആണ്. കുറച്ച് ക്യാപ്റ്റൻസി ചേഞ്ചസ് ഉണ്ട്. ശ്രേയസ് അയ്യർ ഇപ്രാവശ്യം പഞ്ചാബിനെയാണ് നയിക്കുന്നത്. അതേസമയം KKRനെ നയിക്കുന്നത് അജിൻക്യ രഹാനെയാണ്. ഡൽഹിനെ അക്ഷർ പട്ടേലും LSGനെ ഋഷഭ് പന്തും RCBനെ രജത് പട്ടിദാറും നയിക്കും. രാജസ്ഥാൻ റോയൽസിന്റെ ഫസ്റ്റ് 3 കളി സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കും കളിക്കുന്നത്. ക്യാപ്റ്റൻസി റിയാൻ പരാഗ് ചെയ്യും. പിന്നെ കുറച്ച് ചേഞ്ചസ് ഇൻ ദ റൂൾ ഉണ്ട്. ഇപ്പം സെക്കൻഡ് ഇന്നിംഗ്സിൽ ഡ്യൂ ഉണ്ടെങ്കിൽ അമ്പയർ ക്യാൻ ഡിസൈഡ് 11ാമത്തെ ഓവറിന് ശേഷം സെക്കൻഡ് ഇന്നിംഗ്സിൽ രണ്ടാമതൊരു ന്യൂ ബോൾ എടുക്കാം, ഡ്യൂവിന്റെ ഫാക്ടർ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി. കോവിഡിന് ശേഷം ആദ്യമായിട്ട് ബോൾ ഷൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി തുപ്പൽ ഉപയോഗിക്കാവുന്നതാണ്. ഇമ്പാക്ട് പ്ലെയർ റൂൾ 2027 സൈക്കിൾ വരെ കാണും. വൈഡുകൾക്ക് ഇപ്പൊ എല്ലാ തരം വൈഡുകൾക്കും DRS എടുക്കാം. പിന്നെ സ്ലോ ഓവർ റേറ്റ് കാരണം ഫൈൻ അടയ്ക്കേണ്ടി വരും. പക്ഷെ ഈ ബാൻ എന്നൊരു സാധനം അവോയ്ഡ് ആവും. കഴിഞ്ഞ വർഷം കിട്ടിയ ബാൻ കാരണം ചെന്നൈക്കെതിരെയുള്ള മുംബൈയുടെ ഫസ്റ്റ് മാച്ചിൽ ഹർദിക് പാണ്ഡ്യ കളിക്കൂല, സൂര്യകുമാർ ആയിരിക്കും ക്യാപ്റ്റൻ. മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ LSG എടുത്ത ഋഷഭ് പന്താണ് 27 കോടിക്ക്. മോസ്റ്റ് എക്സ്പെൻസീവ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹെൻറിഷ് ക്ലാസിനാണ് 23 കോടി. പഞ്ചാബിന്റെ കോച്ചായിട്ട് റിക്കി പോണ്ടിങ് വന്നിട്ടുണ്ട്. രാജസ്ഥാന്റെ കോച്ചായിട്ട് ദ്രാവിഡ് വന്നിട്ടുണ്ട്. ഡൽഹിയുടെ മെന്ററായിട്ട് കെവിൻ പീറ്റേഴ്സണും KKRന്റെ മെന്ററായിട്ട് ഡ്വേൻ ബ്രാവോയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാത്ത ആൾക്കാരെ അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആയിട്ട് നിലനിർത്താം. ഈ ഒരു റൂള് മുതലെടുത്ത് ധോണിയും സന്ദീപ് ശർമ്മയാണ് ബേസ് പ്രൈസ് ആയിട്ടുള്ള 4 CRൽ CSK ആൻഡ് രാജസ്ഥാൻ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ സീസണിലെ മേജർ മിസ്സാവുന്നത് ബുംറയാണ്. ഓൾമോസ്റ്റ് ആദ്യത്തെ കുറെ മാച്ചസ് നഷ്ടപ്പെടും. പക്ഷെ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് തോന്നുന്നത് ബുംറയ്ക്ക് ത്രൂ ഔട്ട് ദ സീസൺ നഷ്ടപ്പെടാനുള്ള സാധ്യത. ഇതിന് പുറമെ LSGയുടെ 3 മെയിൻ ബോളേഴ്സ് ആയിട്ടുള്ള മയാങ്ക് യാദവ്, ആവേശ് ഖാൻ, മോഹ്സിൻ ഖാൻ, ഇവർ 3 പേരും ഇഞ്ചോർഡ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി ഇവർ 3 പേർക്കും IPL കളിക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. മോഹ്സിൻ ഖാനിന് പകരം LSG ഷർദുൽ ഠാക്കൂറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ IPLന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ബാൻ കിട്ടിയിരിക്കുകയാണ്. ഹാരി ബ്രൂക്ക് IPLന്റെ പേര് കൊടുത്തിട്ട് ലേലത്തിന് എടുത്തതിന് ശേഷം പിന്നെ ബാക്ക് ചെയ്തുകൊണ്ട് 2 വർഷത്തേക്ക് ബാൻ കിട്ടിയിരിക്കുകയാണ് പുള്ളിക്ക്. ഇതൊക്കെയാണ് IPLന്റെ ബേസിക്സ് നിങ്ങൾ അറിയേണ്ടത്. അപ്പൊ ഇന്നത്തെ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് മാച്ചിന്റെ പ്രിവ്യൂ ചെയ്യും. മാച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അനാലിസിസ് ഉണ്ടാവുന്നതായിരിക്കും. ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ് ആൻഡ് ഇഫ് യു വാണ്ട് ടു വാച്ച് മോർ ക്രിക്കറ്റ് റിലേറ്റഡ് കണ്ടന്റ്, ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടാറ്റ, ഗുഡ് ബൈ, ടേക്ക് കെയർ, സീ യു.